ചിക്കൻ കറികൾക്ക് രുചി കൂടുതൽ നൽകുന്ന നല്ല ഫ്ലേവറോട് കൂടിയ ചിക്കൻ മസാലയുടെ കൂട്ട് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാനിതിൽ കാണിച്ചിരിക്കുന്ന അതേ അളവിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ മസാല പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്തത് കണ്ടിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ പ്ലാൻ ചെയ്യുന്നത് ഈ പൗഡർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ്. അതും നിങ്ങളെല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ താമസിപ്പിക്കുന്നില്ല, റെസിപ്പിയിലേക്ക് പോകാം. ചിക്കൻ മസാല പൗഡറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ മുഴുവനുള്ള മല്ലി ഇട്ട് കൊടുത്ത് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കാം. ഞാൻ ഈ മല്ലി നേരത്തെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇവയിൽ അഴുക്കുകളൊക്കെ കാണും. അതുകൊണ്ട് കഴുകിയെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ മല്ലി നന്നായിട്ട് മൂത്ത് മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കയ്യിലെടുത്ത് ഞെക്കുമ്പോൾ ഈസി ആയിട്ട് പൊട്ടിക്കിട്ടണം. ഇനി ഇത് തീയിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി 2 ടേബിൾ സ്പൂൺ പെരുംജീരകം വറുത്തെടുക്കാം. ഇത് വലിയ ജീരകമാട്ടോ, ചെറിയ ജീരകം വേറെ ചേർക്കുന്നുണ്ട്. തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കണം. ചില റെസിപ്പീസിൻ്റെ ഗ്രാമളവ് ചില വ്യൂവേഴ്സ് ചോദിക്കാറുണ്ട്. ഈ റെസിപ്പിയുടെ ഗ്രാമളവ് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ പെരുംജീരകം നന്നായി റോസ്റ്റായി നല്ല മണം വരുന്നുണ്ട്. ഇത് തീയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി വരൂ കേട്ടോ, കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മസാലപ്പൊടികളെല്ലാം ഉണ്ടാക്കുമ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ റോസ്റ്റ് ചെയ്യുമ്പോൾ ഓരോന്നിൻ്റെയും മൂപ്പിൽ വ്യത്യാസമുണ്ട്. ചിലത് പെട്ടെന്ന് റോസ്റ്റായി വരും, ചിലത് സമയമെടുക്കും റോസ്റ്റായി കിട്ടാൻ. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് റോസ്റ്റായി വന്നില്ലെങ്കിൽ കറക്റ്റ് ഫ്ലേവർ കിട്ടത്തില്ല. ഇപ്പോഴിതും നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. തീയിൽ നിന്ന് മാറ്റാം. അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. ഇതും തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കിയെടുക്കാം. നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും റോസ്റ്റ് ചെയ്യുമ്പോഴും എപ്പോഴും തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ഇൻഗ്രീഡിയൻസ് എല്ലാം റോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇവയിലുള്ള ഓയിൽ റിലീസ് ആവുന്നതോടൊപ്പം തന്നെ നല്ല ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇവ പൊടിച്ചെടുക്കുമ്പോൾ നല്ല മണവും കറിയിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും കിട്ടും. ഇപ്പോൾ കുരുമുളകും നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇവയും തീയിൽ നിന്ന് മാറ്റാം. അടുത്തത് കുറച്ച് സ്പൈസസുകൾ ഒന്നിച്ചിട്ട് വറുത്തെടുക്കാം കേട്ടോ. 2 ഇഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ട ചെറുതാക്കി മുറിച്ചത്, 1/2 ടീസ്പൂൺ ഗ്രാമ്പു, ഇത് 12 എണ്ണമുണ്ട്. 1 ടേബിൾ സ്പൂൺ ഏലയ്ക്ക, ചെറുതും വലുതുമായി 25 എണ്ണമുണ്ട്. 2 മീഡിയം സൈസ് തക്കോലം, ഇത് പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടുന്നതിന് വേണ്ടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇവയും തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തക്കോലത്തിനകത്ത് ചെറിയ സീഡ് ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കളയണേ, അത് കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഇവ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ ജാതിപത്രിയുടെ പകുതിയും കൂടി ഇട്ട് കൊടുത്ത് ചൂടാക്കിയെടുക്കാം. ഇവയെല്ലാം നന്നായി ചൂടായി റോസ്റ്റായി വരുമ്പോഴേക്കും സ്പൈസസിൻ്റെ ഒക്കെ നല്ല മണം വരും. ഈ സമയം തീയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് നാടൻ വറ്റൽമുളക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. 10 വറ്റൽമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് റോസ്റ്റ് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ചൂടായി ജസ്റ്റ് റോസ്റ്റായി വന്നാൽ മതി, കരിഞ്ഞു പോകരുത്. ഒത്തിരി മൂത്ത് പോയാൽ മസാലയുടെ ടേസ്റ്റേ മാറിപ്പോകും, കരിച്ചോവ വരും. മുളക് നന്നായി ചൂടായി വരുമ്പോൾ തീയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പരിപ്പിട്ട് കൊടുക്കാം. ഇതിന് ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പരിപ്പിന് പകരം പച്ചരിയോ കുത്തരിയോ ഏതെങ്കിലും അരി എടുത്താലും മതി. അതല്ലെങ്കിൽ 10-15 കശുവണ്ടി എടുത്താലും മതി. ഇവ ചേർത്തുണ്ടാക്കുന്ന കറിക്ക് പ്രത്യേക ടേസ്റ്റും കൊഴുപ്പും കിട്ടും.
ഇതും നന്നായി ചൂടായി വന്നിട്ടുണ്ട്. തീയിൽ നിന്ന് മാറ്റാം. ഒത്തിരി കളർ മാറിപ്പോകണ്ട കേട്ടോ. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചൂടാക്കിയെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ട് ചൂടാക്കിയെടുക്കാം. ഇവയും നന്നായി ചൂടായി വന്നിട്ടുണ്ട്. പാത്രത്തിലേക്ക് മാറ്റാം. ഇനി 2 ചെറിയ ബേ ലീഫ്, അതായത് കറുവയില, ഇതും ചൂടാക്കിയെടുക്കാം. ഇവ ചെറുതായി ചൂടായി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ചൂടാക്കിയെടുക്കാം. ഞാനിതിനു മുൻപ് നല്ല ഫ്ലേവറോട് കൂടിയ ഗരം മസാലയുടെയും മീറ്റ് മസാലയുടെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതും കൂടി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഇപ്പോൾ ഇലകളെല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇവ തീയിൽ നിന്ന് മാറ്റാട്ടോ. ഇനി ഇവയുടെ ചൂടെല്ലാം നന്നായി ആറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസിൻ്റെയൊക്കെ ചൂട് നന്നായി ആറിയിട്ടുണ്ട്. ഇനി ഇവ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. വറ്റൽമുളക് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ളവയും മൊത്തം അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇവ നന്നായി പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡറായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇവ ചൂടാറുന്നതിന് വേണ്ടി ഒന്ന് നിരത്തിയിട്ട് കൊടുക്കണം. പൊടികളുടെ ചൂട് നന്നായി ആറിയതിന് ശേഷം മാത്രം എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ ഇട്ട് സൂക്ഷിക്കാം. ഇപ്പോൾ ചൂട് നന്നായി ആറിയിട്ടുണ്ട്. ഇത് ചില്ല് കുപ്പിയിലേക്ക് നിറച്ചെടുക്കാം. ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്കിത് 1 മാസത്തേക്കുള്ള ചിക്കൻ മസാലയുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ ഇട്ട് എപ്പോഴും അടച്ച് സൂക്ഷിക്കുകയും ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിച്ച് എടുക്കുകയും ചെയ്താൽ കേട് കൂടാതിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ പല പ്രാവശ്യം കണ്ടെയ്നർ തുറക്കുമ്പോൾ ഫ്ലേവർ കുറഞ്ഞു വരും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കുറച്ച് പൊടി വേറൊരു ചെറിയ കണ്ടെയ്നർ സൂക്ഷിച്ച് അതിൽ നിന്ന് ഉപയോഗിക്കുക. വലിയ കണ്ടെയ്നർ എപ്പോഴും തുറക്കാതിരിക്കുക. അപ്പോൾ നല്ല ഫ്ലേവറോട് കൂടിയ ചിക്കൻ മസാല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്